بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام عليك والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى. ഈ പള്ളിയിൽ അല്ലാഹു തആലക്ക് വേണ്ടി ഇഅ്തികാഫ് ഇരിക്കുവാൻ ഞാൻ കരുതി എന്ന നിയത്തോടു കൂടെ നമ്മുടെ ഒത്തുകൂടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി നമ്മുടെ പക്കൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അവയവങ്ങളെ അല്ലാഹ് വിരോധിച്ച കാര്യങ്ങൾ തൊട്ട് തടുത്തു നിർത്തുക എന്നതാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വിഷയം. അതിൽ പ്രധാനപ്പെട്ട അവയവമായ നാവിനെ മഹാന്മാരായ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു, നിന്റെ നാവ് അള്ളാഹു സൃഷ്ടിച്ചു തന്നത് ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനും അതേപോലെ വഴിതെറ്റിയ ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കാനും നിന്റെ മനസ്സിലുള്ള നിന്റെ ആവശ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നാവിനെ സൃഷ്ടിച്ചു തന്നത് എന്നത് നീ മനസ്സിലാക്കുകയും മനുഷ്യന്മാർ കൂടുതൽ നരകത്തിൽ പോകാനുള്ള കാരണം അവരുടെ നാവിന്റെ പ്രവർത്തനങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അലാ യകുബ്ബൻ നാസ് ഫിന്നാരി അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. മനുഷ്യന്മാരെ നരകത്തിലേക്ക് കൂടുതൽ തള്ളിയിടുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്തവളെ കൊണ്ടാണ്. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവുകൾ, ആ നാവുകൾ കൊയ്തെടുത്തത് കൊണ്ടിട്ടാണ് എന്ന് വെച്ചാൽ നാവുകളുടെ പ്രവർത്തന ഫലം കൊണ്ടാണ് ധാരാളം ആളുകൾ നരകത്തിൽ പോകുന്നത്. അധിക ആളുകളും നരകത്തിൽ പോകുന്നത് അവകളെ കൊണ്ടാണ്. നീ വല്ലതും സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരിക്കുന്നത് ഒരു ഇബാദത്താക്കി മാറ്റാൻ നിനക്ക് കഴിയണമെന്നാണ്. നീ സംസാരിക്കുന്നത് ഇബാദത്താക്കി മാറ്റാൻ കഴിയണം. നിന്റെ കലാം നിനക്ക് ഇബാദത്താണ്. അപ്പോൾ ആ സംസാരം കൊണ്ട് നല്ലത് ഉദ്ദേശിച്ചാൽ, ഒരു സഹോദരന് സന്തോഷം നൽകുന്ന വാക്കുകൾ പറയുക, അൽ കലിമത്തു തയ്യിബത്തു സദഖത്തുൻ, ഹദീസിൽ കാണാം, നല്ല വാക്ക് പറയൽ സദഖയാണ്. ചിലപ്പോൾ ആ നല്ല വാക്കുകൾ ഒരുപാട് രൂപകൾ സദഖ ചെയ്യുന്നതിനേക്കാളും പ്രതിഫലം കിട്ടും. അപ്പോൾ സഹോദരൻ, പ്രത്യേകിച്ച് മുസ്ലിമായ സഹോദരന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്, അവനക്ക് ആനന്ദം കിട്ടുന്നത് അവനോട് പറയല് വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംസാരങ്ങൾ മുഴുവനും ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് കഴിയണം. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവിടെ അറബി വ്യാകരണ ശാസ്ത്രം അറിയുന്ന, നഹ്വ് അറിയുന്ന ആളുകൾക്കറിയാം, മാ യൽഫിദു മിൻ ഖൗലിൻ, എന്ത് പറയുകയാണെങ്കിലും, അതിൻ്റെ അർത്ഥം എന്ത് പറയുകയാണെങ്കിലും, മാ യൽഫിദു മിൻ ഖൗലിൻ, എന്ത് പറയുകയാണെങ്കിലും, ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അത് ഒപ്പിയെടുക്കാൻ, അത് റെക്കോർഡ് ചെയ്യാൻ റഖീബ് അതീദ് എന്ന് പറയുന്ന, റഖീബും അതീദും രണ്ട് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരതൊക്കെ ഒപ്പിയെടുക്കും. മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. വലിയ ഗൗരവത്തിലുള്ള വാക്കാണ് അൽ കഹ്ഫ് സൂറത്തിൽ അല്ലാഹു പറഞ്ഞത്. ഫൗദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാലി ഹാദൽ കിതാബ്. ഫൗദിഅൽ കിതാബു, നന്മകളും തിന്മകളും രേഖപ്പെടുത്തപ്പെട്ട
ഗ്രന്ഥം. അത് അന്ന് അറിയുന്ന ഭാഷയിൽ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന നന്മകളും നമ്മൾ ചെയ്യുന്ന തിന്മകളും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുവാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ, ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തെ അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ശരീരത്തിന് മറ്റൊരു ലോകവുമായി ബന്ധമുണ്ട്. അപ്പൊ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്ന സംവിധാനങ്ങൾ അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. അള്ളാഹിന്റെ റഡാറിൽ നിന്ന് ഒന്നും വഴുതി പോവുകയില്ല, എല്ലാം കറക്റ്റായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അങ്ങനെ ഈ കറക്റ്റായിട്ട് രേഖപ്പെടുത്തപ്പെട്ട രേഖകൾ അള്ളാഹു നമുക്ക് നൽകും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, കിതാബ് വലങ്കയിൽ നൽകപ്പെട്ട ആളുകൾ ഫയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ വളരെ സന്തോഷവാനായിരിക്കും. നേരെ മറിച്ച് കിതാബുകൾ ഇടത്തെ കയ്യിൽ നൽകുകയും അല്ലെങ്കിൽ അവൻ വല്ലാത്ത അട്ടഹാസവും വല്ലാത്തൊരു ദുഃഖവും രേഖപ്പെടുത്തും. 3 വിഭാഗം ആളുകളെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. എന്തൊരു വാക്കാണ് അള്ളാഹ് പറഞ്ഞത്, ഫഅസ്ഹാബുൽ യമീൻ. മാ അസ്ഹാബുൽ യമീൻ, ആരാണ് അസ്ഹാബുൽ യമീൻ എന്നറിയുമോ നിങ്ങൾ? അവർ വലിയ മഹാഭാഗ്യവാന്മാരാണ്. അള്ളാഹ് അങ്ങനെ പറഞ്ഞു, അസ്ഹാബുൽ യമീൻ. ഗ്രന്ഥങ്ങൾ വലത്തേ കയ്യിൽ നൽകപ്പെടുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചാണ് അസ്ഹാബുൽ യമീൻ എന്ന് പറയുന്നത്. ഗ്രന്ഥങ്ങൾ വലത്തേ കയ്യിൽ നൽകപ്പെടുന്ന ആളുകൾ. മാ അസ്ഹാബുൽ യമീൻ, ആരാണവർ? എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അപ്പൊ അങ്ങനെ നൽകപ്പെടുന്ന ആളുകൾ ഗ്രന്ഥങ്ങൾ ഇടത്തെ കയ്യിൽ നൽകപ്പെടുന്ന ആളുകൾ. എന്താണ് അവരുടെ ബേജാർ, എന്താണ് അവരുടെ വിഷമങ്ങൾ, എന്താണ്? അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയുന്നത് അതൊരു പുസ്തകമായി നൽകപ്പെടുമെന്നല്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തും, എല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തും. ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അക്രമവും ചെയ്തിട്ടില്ല, നിങ്ങളോടൊരു അനീതിയും കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നൽകി, എല്ലാവിധ സംവിധാനങ്ങളും അള്ളാഹു നൽകി. അനുദിനം നമ്മുടെ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുകയാണ്. ഓരോ ദിവസവും നമുക്ക് വേണ്ടതായ സൗകര്യങ്ങളെല്ലാം വർദ്ധിച്ച് വരികയാണ്. എന്തും ഒരു സെക്കൻഡ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് വളരെ പെട്ടെന്ന് നഗരങ്ങളും അങ്ങാടികളും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മനസ്സിനെ ആകുലപ്പെടുത്തുന്ന ഒന്നുണ്ട്. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി തന്നു. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് മാസത്തിൽ ഒരിക്കലായിരുന്നു മംഗലാപുരത്ത് ദർസ് നടത്തിയിരുന്നപ്പോൾ നാട്ടിലേക്ക് വന്നിരുന്നത്. മാസത്തിൽ ഒരിക്കൽ അങ്ങനെ കഴിയും. യാത്രക്കുള്ള വിഷമം കൊണ്ട് അങ്ങനെ കഴിയും. ഇന്നലെ ഇവിടെ നിന്ന് 11 മണിക്ക് പുറപ്പെട്ട് ഞാൻ സുബഹയ്ക്ക് മുമ്പ് ഇവിടെ എത്തി. മംഗലാപുരത്ത് പോയിട്ട് ഞാൻ ഇവിടെ എത്തി. എൻ്റെ കൂടെയുള്ള ആളോട് ഞാൻ പറഞ്ഞു, അള്ളാഹു എത്ര സൗകര്യ തന്നത്. ഈ വണ്ടി പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ നിന്ന് പോയി, അവിടെ നിന്ന് തന്നെ വന്ന് ഞാൻ വണ്ടി ഓടിച്ചിട്ട് അവിടെ എത്തി. 4:30 മണിയായപ്പോഴത്തേക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട താജുൽ ഉലമയും പാപ്പിയും ഒക്കെ ഇവിടൊക്കെ ദർസ് നടത്തിയിരുന്ന സമയത്ത് ഓലൊക്കെ സഹിച്ചിരുന്ന ത്യാഗമത്രയാണ്. മാസത്തിൽ ഒരിക്കലേ പോകാൻ കഴിയും. യാത്ര അസൗകര്യം കൊണ്ട് ദീർഘമായ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാവിധ സൗകര്യങ്ങളും പെട്ടെന്ന് നമുക്കതിന് ടിക്കറ്റ് കിട്ടുന്നു, ഏത് രൂപത്തിലുള്ള ടിക്കറ്റും കിട്ടുന്നു. അപ്പോഴൊക്കെ ബേജാറ് തോന്നുന്നത്, എല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹു ഈ ദുനിയാവിലുണ്ട് ഒരുക്കി തന്നിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ടീമായി, ഒരു വിഭാഗമായി അള്ളാഹു നമ്മളെ ആക്കുമോ എന്നുള്ളൊരു പേടി. നല്ലതൊന്നും ചെയ്യാൻ നമുക്ക് കഴിയണില്ല. എല്ലാ നല്ലതിനെയും വടക്കാക്കുന്ന രൂപങ്ങളാണ് എവിടെയും കാണുന്നത്. ഏത് നല്ലതും വടക്കായി പോവാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും വടക്കായി പോവാണ്. ഇവിടൊക്കെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ ആയത്ത് നിങ്ങൾ എന്ത് പറയുകയാണെങ്കിലും, ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്, ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട്, നീ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നത് ഇബാദത്താക്കി മാറ്റാൻ കഴിയണം. നിന്റെ ഏത് സംസാരവും ഇബാദത്താക്കി മാറ്റാൻ കഴിയണം.
ഒരാൾ അങ്ങാടിയിൽ വന്ന് നിൽക്കുന്ന അവസരത്തില് അയാൾ ചോദിക്കുകയാണ്, ചെരുപ്പടിമലയിലേക്ക് പോകുന്ന റോഡ്, ആ റോഡ് സഞ്ചാരയോഗ്യമാണോ, പോകാൻ കഴിയോ? അപ്പൊ അത് കഴിയില്ലെങ്കിൽ അത് ആ റൂട്ട് വളരെ മോശമാണ്, നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇബാദത്താണ്. എങ്ങനെയാണ് കാവുങ്ങൽ പള്ളിയിലേക്ക് പോവുക എന്നൊരാൾ വന്ന ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് ചോദിച്ചാൽ ആ വഴി നല്ലപോലെ അയാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, പള്ളിയിലേക്ക് പോകുന്ന വഴികളൊക്കെ മനസ്സിലാകുന്ന രൂപത്തിൽ, ഒരു പക്ഷെ നമ്മൾ തിരക്കിലായിരിക്കും, നമ്മൾ വീട്ടിലേക്ക് പോവായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഇങ്ങനെ പിടിച്ചു കണ്ട് വർത്താനം പറയായിരിക്കും. ഫോൺ ഇങ്ങനെ പിടിച്ച് വർത്താനം പറയുന്ന അവസരത്തിൽ കാറിൽ ഇരുന്നു കൊണ്ട്, ഡ്രൈവറെ സീറ്റിൽ ഇരുന്നു കൊണ്ടായിരിക്കും ഇയാൾ ചോദിക്കുന്നത്, വഴി ചോദിക്കുന്നത്. അപ്പൊ ഒരു പക്ഷെ നമ്മളെ മനസ്സിലുണ്ടാവും, അയാൾക്കൊന്ന് ഇറങ്ങി വന്നൂടെ, നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്, അയാൾക്കൊന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചൂടെ. പക്ഷെ അയാൾ ഇറങ്ങി വന്നാൽ ഈ വണ്ടി സൈഡാക്കേണ്ടി വരും. വണ്ടി സൈഡാക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്, അത് സൈഡാക്കാൻ കഴിയില്ല. അപ്പൊ അയാളെ കാറിൽ ഇരുന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യൂല, അയാൾക്കൊന്ന് ഇറങ്ങി വന്ന് ചോദിച്ചൂടെ. പക്ഷേ ആ കാറിൽ ഇരിക്കുന്ന ആള്, അയാളുടെ അവസ്ഥ ഈ ബുദ്ധിമുട്ട് അറിയുന്ന ആൾക്ക് അറിയാൻ സാധിക്കുന്നത്. അയാൾക്ക് വന്നിട്ട് ശരിയായ രൂപത്തിൽ വഴി നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് അത് ലക്ഷക്കണക്കിന് രൂപ സംഭാവന ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് മുത്തുനബി പറയുന്നത്. അത്രക്കും വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് ഒരാൾക്ക് ശരിയായ രൂപത്തിൽ വഴി പറഞ്ഞു കൊടുക്കുക, ഒരാൾക്ക് ശരിയായ രൂപത്തിൽ ബസ്സിന്റെ ടൈം പറഞ്ഞു കൊടുക്കുക, എല്ലാം പറഞ്ഞു കൊടുക്കുക. നിഗമനത്തിന്റെ രൂപത്തിൽ പറയരുത്, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. പള്ളി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഇപ്പം വർദ്ധിച്ചൊരു കാലമാണ്. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതൊക്കെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗസാലി ഇമാം നമ്മുടെ പാപങ്ങളുടെ ദോഷങ്ങളുടെ സംബന്ധിച്ച് വിശദമായി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞതാണ്. നീ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിന്റെ സംസാരം, ആ സംസാരം അത് ഇബാദത്താക്കി മാറ്റാൻ കഴിയണം. കാരണം എന്തുകൊണ്ട്? നീ എന്ത് സംസാരിച്ചാലും ശരി, അത് ഒപ്പിയെടുക്കാനും അത് രേഖപ്പെടുത്താനും ഈ സംവിധാനം അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം രേഖപ്പെടുത്തും. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്ന അവസരത്തിൽ ഓരോരുത്തർക്കും നൽകപ്പെടാനുള്ള ഗ്രന്ഥങ്ങൾ തയ്യാറാക്കപ്പെട്ടു. ആ തയ്യാറാക്കപ്പെട്ടതായ ഗ്രന്ഥങ്ങൾ കാണുമ്പോൾ അത്ഭുതത്തോടുകൂടെ ചോദിക്കും, പടച്ച റബ്ബേ, എല്ലാം ഇതിലുണ്ടല്ലോ, ഒന്നും ഇതിന്ന് പോയിട്ടില്ലല്ലോ. എത്രത്തോളം? ഗസാലി ഇമാം പറഞ്ഞു, ഒരാളെ നിസ്സാര ഭാവത്തോടുകൂടെ നോക്കരുത്. ഓനൊരു പോയത്തക്കാരൻ, എന്താ പോനാ പറഞ്ഞത്? അയാളോട് പോയിട്ട് പറയും, എന്താ പോനാ പറഞ്ഞത്? പറയരുത് എന്നാണ്. ഒരാളെ നിസ്സാരപ്പെടുത്തരുത്. ഗസാലി ഇമാം പറഞ്ഞു, ഒരു ചെറിയ കുട്ടിയെ കണ്ടാൽ, പ്രായപൂർത്തിയെത്താത്ത കുട്ടിയെ കണ്ടാൽ നീ മനസ്സിലാക്കണം, പടച്ചോൻ ഈ കുട്ടി ഒരു ദോഷം ചെയ്തിട്ടില്ലല്ലോ. കാരണം കുട്ടി ചെയ്യുന്നൊന്നും ദോഷാവൂലല്ലോ, കുട്ടിയല്ലേ. കുട്ടി എന്ത് ചെയ്താലും അതിന് ദോഷം എന്ന് പറയില്ലല്ലോ, കുട്ടിയല്ലേ. പടച്ചോനെ എന്നെക്കാളും നല്ലതാ കുട്ടിയാണ് എന്ന് തോന്നണം. ആ കുട്ടി ഒരു ദോഷം ചെയ്തിട്ടില്ലല്ലോ, എന്നെക്കാളും നല്ലതാ കുട്ടിയാണ്. ഒരു പ്രായമുള്ള ആളെ കണ്ടാൽ നീ മനസ്സിലാക്കണം, അന്നെക്കാളും കൂടുതൽ കാലം നിസ്കരിക്കാൻ ആൾക്ക് കഴിഞ്ഞിക്കണല്ലോ, എന്നെക്കാൾ കൂടുതൽ കാലം ഇബാദത്ത് ചെയ്യാൻ ആൾക്ക് കഴിഞ്ഞിക്കണല്ലോ, അപ്പൊ നിന്നെക്കാൾ നല്ലവനായ ആളാണ് എന്ന് നീ മനസ്സിലാക്കണം. എന്തൊരു വാക്കാണ് ഗസാലി ഇമാം പറയുന്നത്. ഇനി നിന്നേക്കാൾ പ്രായപൂർത്തി എത്തിയ നിന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ കണ്ടാൽ നീ ചിന്തിക്കേണ്ടത്, അന്റെ അത്ര ദോഷം ചെയ്യാൻ അയാൾക്ക് സമയം കിട്ടിയിട്ടില്ലല്ലോ, അയാൾക്ക് പ്രായം കുറവല്ലേ. ഇങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നല് നിന്റെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കണം. അവനൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് മഹാനായ ഗസാലി ഇമാം പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അർബഅതൻ വ അഊദു ബിക മിൻ അർബഅത്തിൻ. ഞാനിതോടെ പറഞ്ഞുകൂടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തെങ്കിലും ഒന്നും കൂടി പറയാലോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അർബഅതൻ, 4 കാര്യങ്ങൾ നിന്നോട് ഞാൻ ചോദിക്കും, 4 കാര്യങ്ങൾ എനിക്ക് നീ നൽകണം. വ അഊദു ബിക മിൻ അർബഅത്തിൻ, 4 കാര്യങ്ങളിൽ നിന്ന് എനിക്ക് നീ സംരക്ഷണവും നൽകണം. ആദ്യമായിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിക്കുന്ന, റബ്ബേ, ദിക്ർ ചെല്ലുന്ന നാവ് എനിക്ക് നൽകണമേ. ലിസാനൻ ദാക്കിറ, ദിക്ർ ചെല്ലുന്ന നാവ് എനിക്ക് നൽകണമേ എന്ന് വെച്ചാൽ എപ്പോഴും ദിക്ർ ചെല്ലാനുള്ള ഒരു അവസരം
എനിക്കിനി നൽകണമേ. വഖൽബൻ ഷാക്കിറൻ, നന്ദിയുള്ള ഒരു ഹൃദയം. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകളൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് തന്നതൊക്കെ നിഅമത്തുകളാണ്. മുൻഗാമികളായ നമ്മുടെ ഉപ്പമാർ ഉപ്പാപ്പമാർ, അവരെ കുറിച്ചൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കോളനി റോട്ടിൽ ബസ് ഇറങ്ങിയിട്ട് പാലക്കാടൊന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെ വരുന്ന നമ്മുടെ മേലെ പറമ്പുകാർ അവിടെ നിന്ന് പാതിരാക്കൊക്കെ ഇവിടെ നടന്നു വരികയാണ് ചെയ്തിരുന്നത്. പലപ്പോഴും സ്ട്രീറ്റ് ലൈറ്റുകളോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് എന്തൊക്കെ സംവിധാനങ്ങളായി. എൻ്റെ കൂടെ ഇന്ന് ട്രെയിൻ ഇറങ്ങിയ ഒരു സയ്യിദ്, ആ സയ്യിദിനോട് ഞാൻ ചോദിച്ചു, അവർ പാണക്കാട് കുടുംബത്തിൽപ്പെട്ടതാണ്, നിങ്ങൾ എങ്ങനെ പാണക്കാട്ടേക്ക് പോവാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വണ്ടി ഇവിടെ കൊടുന്ന് നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, കൊടുന്ന് നിർത്തിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അവിടെ വണ്ടിയുണ്ട്. അപ്പൊ എന്താ, വണ്ടി കൊടുന്ന് നിർത്തുന്ന ആളെ കയ്യിലൊരു ചാവിയുണ്ട്, ഈ പോണ ആളെ കയ്യിൽ വേറെയും ചാവിയുണ്ട്. അതല്ലെങ്കിൽ പോയാളടുത്ത് ചാവി കൊടുക്കാൻ കഴിയില്ലല്ലോ, സംവിധാനങ്ങളായില്ലേ. രണ്ട് ചാവി ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ സുഖം ഉണ്ടല്ലോ, വണ്ടി കൊടുന്ന് നിർത്തിയിട്ട് അയാൾക്ക് പോകാം, ഇയാൾ വന്നിട്ട് വണ്ടി എടുത്തിട്ട് പോന്നാൽ മതി. എവിടെ എത്തി നമ്മുടെ സൗകര്യങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് എല്ലാം അറിയാനുള്ള സൗകര്യങ്ങളായി. കുറച്ചും കൂടി കണ്ട് കഴിഞ്ഞാൽ ഇനി എവിടെ എത്തും അല്ലാഹു ആലം. അവിടെയാണ് ഞാനും നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിക്കുകയാണ്, ലിസാനൻ ദാക്കിറ, ദിക്ർ ചെല്ലുന്ന നാവ്, ഖൽബൻ ഷാക്കിറ, ശുക്ർ. അള്ളാഹ്ക്ക് എത്ര നന്ദി ചെയ്താലും മതിയാവൂല. അത്രക്ക് നിഅമത്തുകളും സൗകര്യങ്ങളുമാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. വബദലൻ സ്വാബിറ, പരീക്ഷണങ്ങൾ വരുമ്പോ, ആ പരീക്ഷണങ്ങൾ വരുമ്പോ ക്ഷമിക്കുവാനുള്ള ഒരവസ്ഥ, ഒരു ശരീരം അള്ളാഹു എനിക്ക് നൽകണമേ. വസൗജത്തൻ തുഈനുനി ഫീ ദുനിയായ വആഖിറതി, വസൗജത്തൻ തുഈനുനി, എന്നെ സഹായിക്കുന്ന ഒരു ഭാര്യ, എന്നെ സഹായിക്കുന്ന ഒരു ഭാര്യ. അത് വല്ലാത്തൊരു ചോദ്യമാണ് ആ ചോദിക്കണം. ഇന്നലത്തെ എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെയുള്ള ആൾക്ക് ഒരു ചെറിയ വിഷയം വന്നു. അപ്പൊ ഭാര്യയ്ക്ക് ടെലിഫോൺ ചെയ്തുകൊണ്ട് സ്വന്തം മകനെ ആക്ഷേപിക്കുകയാണ്. സ്വന്തം മകന്റെ വക്കൽ നിന്ന് വന്നൊരു ഫാൾട്ട്, ആ ഫാൾട്ടിനെ സംബന്ധിച്ച് മകനെ പറ്റി ഫോണിലൂടെ ആക്ഷേപിക്കുമ്പോൾ ഭാര്യ തിരിച്ചു പറയാണ്, എന്തിനാണ് കുട്ടികളെ പറ്റി അങ്ങനൊക്കെ പറയണത്? അപ്പൊ ഞാനത് കേൾക്കുക, എന്തിനാണ് കുട്ടികളെ പറ്റി അങ്ങനൊക്കെ പറയണത്? കുട്ടികളെ പറ്റി അങ്ങനൊക്കെ പറഞ്ഞാൽ കുട്ടികൾ വടക്കായി പോകൂലേ? ആ ഫോണ് വെച്ചിട്ട് ഞാൻ ചോദിച്ചു, കുട്ടികളെ പറ്റിയൊന്നും പറയാനും ഭാര്യ സമ്മതിക്കൂലല്ലേ? അപ്പൊ പറഞ്ഞു, അങ്ങനല്ല, പറയേണ്ടടുത്ത് പറയാൻ വേണ്ടി പറയും, ചില വിഷയങ്ങൾ പറയരുത് എന്നും പറയും. പറയേണ്ടടുത്ത് അത് നിങ്ങൾ തന്നെ ഓനെ ഉപദേശിക്കണം, നിങ്ങൾ തന്നെ ഓനെ പറഞ്ഞ് നന്നാക്കണം എന്ന് പറയും. ചിലത് പറയാൻ പാടില്ലാത്തത് പറയണ്ടെന്നും പറയും. അങ്ങനൊന്നും കുട്ടികളെ പറയരുത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളാണല്ലോ, അവിടെ കുരുത്തം കെട്ടവനെ, ഇത് അങ്ങനെ തന്നെയാണ്, ഈ എപ്പോഴും പൊട്ടനാണ്, എപ്പോഴും അതിനടുത്ത് പൊട്ടത്തരാണ്. ഇങ്ങനെ 10 വട്ടം പറഞ്ഞാൽ പിന്നെ പൊട്ടനാവും. അതിൽ 10 വട്ടം പറഞ്ഞാൽ പിന്നെ പൊട്ടനായി മാറും. അപ്പൊ സ്വന്തം കുട്ടികളെ പറയുമ്പോൾ എല്ലാവരും എല്ലാ നിലക്കും ഉന്നതന്മാരാവൂലല്ലോ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന് അള്ളാഹു നൽകിയ സന്താനങ്ങളൊന്നും മഹാനവറുകളെ പോലെ ആയിട്ടില്ല. കണ്ണിയത്ത് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് നൽകിയ സന്താനങ്ങളൊന്നും അവരെ പോലെ ആയിട്ടില്ല. അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ അപൂർവം ചില ആളുകൾക്ക് മാത്രമേ അവരെ പോലത്തെ സന്താനങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ളൂ. പഴയ കാലത്ത് ഒരു ചൊല്ലുണ്ട്, വമ്പന് പിമ്പുണ്ടാവൂല എന്ന് ചൊല്ലുണ്ട്. ഓൻ നല്ല വമ്പനേക്കാരം. അതേമാതിരി പിമ്പ് ഓന്റെ പിന്നിൽ ഓന്റെ മക്കള് അതേപോലെ ആവൂല, വമ്പന് പിമ്പുണ്ടാവൂല എന്നൊരു ചൊല്ലുണ്ട്. അതേപോലെ എല്ലാ മക്കളും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലോ അത്യുന്നതങ്ങൾ കീഴടക്കാനൊന്നും ചിലവർക്ക് കഴിയും, ചിലവർക്ക് കഴിയില്ല. ചിലര് വാപ്പാനേക്കാളും അതേപോലെ തന്നെ ഉപ്പാനേക്കാളും ഒക്കെ ഉന്നതന്മാരായി തീരുകയും ചെയ്യും. പക്ഷെ അവിടെയൊക്കെ തൻ്റെ മക്കളെ ശകാരിക്കുമ്പോഴും ചീത്ത പറയുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾപ്പെട്ടതാണ് വേദനിപ്പിക്കുന്നതൊക്കെ സൂക്ഷിച്ചിട്ടേ പറയാവൂ. അവരെങ്ങനെ എപ്പോഴും ആക്ഷേപിച്ച്, എന്ത് ചെയ്താലും ആക്ഷേപിച്ച്, എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞ്, ആ രൂപത്തിലുള്ള സംസാരങ്ങളൊന്നും ആയിക്കൂടാ. അപ്പൊ ഇദ്ദേഹം ആ നിലയ്ക്ക് പരിശീലനം കിട്ടിയ ഒരാളാണ്, വലിയ തറവാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ പിതാവൊക്കെ അങ്ങനെ ജീവിച്ച ആളായതുകൊണ്ട് ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യയും അങ്ങനെ തന്നെയാണ്. ആ ഭാര്യ പറയാണ്, എന്തിനാണ് കുട്ടികൾ അങ്ങനെ പറ്റി പറയുന്നത്, എന്തിനാണ് കുട്ടികൾ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇവിടെയാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സൗജത്തൻ തുഈനുനി, എന്നെ സഹായിക്കുന്ന ഒരു സൗജത്തിനെയും നീ നൽകണമേ, ഫീ ദുനിയായ വആഖിറതി,
എന്തിന് ദുന്യവിയായ വിഷയത്തിലും ആഖിറത്തിന്റെ വിഷയത്തിലും, സാമ്പത്തിക ഇടപാടുകളിലും കച്ചവടങ്ങളിലും, അതേപോലെ തന്നെ പറമ്പിൽ പോകുന്നിടത്തും തേങ്ങ വലിക്കുന്നിടത്തും, ഇങ്ങനെ ദുന്യവിയായ വിഷയങ്ങളിലും ആഖിറത്തി, എന്റെ ആഖിറത്തിന്റെ വിഷയത്തിലും. സമയത്തിന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഭാര്യ സഹായിക്കുന്നു. ളുഹറിന്റെ നേരായല്ലോ, ഈ ളുഹറിന്റെ നേരത്തെ ഇപ്പൊ നിങ്ങൾ അത് ചെയ്താൽ ളുഹർക്ക് പള്ളിക്കൊക്കെ പോകാൻ തടസ്സാവൂലേ എന്ന് പറയുന്ന ഭാര്യ. അസറിന്റെ കുറച്ച് മുമ്പ് കിടന്നുറങ്ങുമ്പോ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അസർക്ക് പള്ളിക്കൊക്കെ പോകാൻ കഴിയോ? ഇങ്ങനെയൊക്കെ ആഖിറത്തിന്റെ കാര്യത്തിൽ സഹായിക്കുന്ന ഭാര്യയാണ്. അതേപോലെ തന്നെ ദുന്യാവിന്റെ കാര്യത്തിലും സഹായിക്കുന്ന ഭാര്യയാണ്. അങ്ങനെയാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചത്. വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. ആ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളിൽ നിന്ന് ഒന്ന് ആദ്യം തന്നെ ചോദിച്ച്, പടച്ചോനെ ലിസാനൻ ദാക്കിറൻ, എപ്പോഴും ദിക്ർ ചെല്ലുന്ന നാവ് എനിക്ക് നൽകണമേ. രണ്ടാമത്തത് ചോദിച്ചത്, പടച്ചോനെ ശുക്ർ, നന്ദി വേണം. ഇതൊക്കെ അള്ളാഹ് തന്നതാണ്. ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന സൗകര്യങ്ങളാണ് ഇതൊക്കെ. ഓ സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരും അതിനെപ്പറ്റി ആലോചിക്കുക, ഓരോ ആളുകളും ആലോചിക്കുക. 62 കൊല്ലം താജുൽ ഉള്ളാളത്തെ തങ്ങൾ പാപ്പ ഉള്ളാളത്ത് ദർശനത്തിയിട്ട് ആ തങ്ങൾ പാപ്പ പോകുന്ന താമസിച്ചിരുന്ന റൂമിലേക്ക് കടക്കണമെങ്കിൽ കുനിഞ്ഞു നടക്കണം, അല്ലെങ്കിൽ തലമുട്ടി പോകുന്ന ആ റൂം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, കുനിഞ്ഞു കിടക്കണം. അവിടെയായിരുന്നു മഹാനുകൾ അത്രയും കൊല്ലം ദർശനത്തിരുന്നത്. ഈ ഫറൂഖിൽ നിന്ന് അങ്ങോട്ടൊക്കെ പോകാൻ എത്ര പ്രയാസമായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സൗകര്യങ്ങളായി പോയി. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വല്ലാത്ത പൊരുത്താണ്, ഇഷ്ടാണ് ശുക്ർ ചെയ്യുക, നന്ദി ചെയ്യുക എന്നുള്ള. നന്ദിയുള്ളവനാകണം, നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരാകണം. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നല്ലാതെ വർദ്ധിപ്പിച്ചു തരും. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ വല്ലാതെ വർദ്ധിപ്പിച്ചു തരും. നമുക്ക് അല്ലാഹു ചെയ്യുന്നതിനൊക്കെ നമ്മൾ നന്ദി ചെയ്യുന്ന ഒരു സ്വഭാവം. വലഇൻ കഫർതും, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ ഇതൊക്കെ ഞാൻ തന്നതാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി, അള്ളാഹു തന്നതാണ് എന്ന ചിന്തയിൽ നിന്ന് മാറിയിട്ട് ഇതൊക്കെ എൻ്റെ അധ്വാന ഫലമാണ്, എൻ്റെ കൗശലമാണ്, എൻ്റെ തന്ത്രമാണ് എന്ന ചിന്തയോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഇന്ന അദാബി ലശദീദ്, അവിടെ അള്ളാഹ് താക്കീതായിട്ടാണ് പറഞ്ഞത്. എൻ്റെ അദാബ് ശക്താണ് കേട്ടോ, എൻ്റെ അദാബ് ശക്താണ്, നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. നന്ദികേട് കാണിച്ചാൽ ഞാൻ ചെയ്യുന്ന അദാബ് വളരെ ശക്തമാണ്, നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇന്ന അദാബി ലശദീദ്, എൻ്റെ അദാബ് അത് വളരെ ശക്തമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ദാവൂദ് നബി രണ്ടാമതായി അല്ലാഹുവിനോട് നന്ദി ചെയ്യുന്ന ഹൃദയത്തെ ചോദിച്ചത്. മൂന്നാമത്തത്, ദുനിയാവിൽ ജീവിക്കുമ്പോൾ പരീക്ഷണം ഉണ്ടാവും. അത് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ നല്ല രൂപത്തിലായിരിക്കും, ഇന്ന് നേരെ തിരിച്ചായിരിക്കും. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും സ്ട്രോക്ക് വരിക. എൻ്റെ കൂടെ കരുവന്തിരുത്തിയിൽ പത്തനപ്പള്ളിയിൽ ദർശനത്തിയിരുന്ന ഒരു ഉസ്താദ് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു. ഒരു ഭാഗം ഒന്നായിട്ട് കുഴഞ്ഞുപോയി. അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും പേടിയാണ്, എപ്പോഴാണ് എന്താണ് സംഭവിക്കാന്നറിയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് പരീക്ഷണങ്ങൾ പല രൂപത്തിൽ വരും. മക്കളിൽ വരും, അതേപോലെ സാമ്പത്തികമായിട്ട് വരും. അള്ളാഹിന്റെ ദുനിയാവ് അങ്ങനെയാണ്. എല്ലാ സമയത്തും ഒരേ ആശ്വാസവും സന്തോഷവും എന്നുള്ളത് അള്ളാഹു ആർക്കും കൊടുത്തിട്ടില്ല. അത് ദുനിയാവിൽ അത് ഉണ്ടാവില്ല, അത് സ്വർഗത്തിലേ ഉണ്ടാവുള്ളൂ. സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ പിന്നീട് അല്ലലില്ല, അലട്ടലില്ല, മാനസിക പ്രയാസമില്ല, ദുഃഖമില്ല, അതേപോലെ തന്നെ കരയേണ്ട ഒരവസരവുമില്ല. എപ്പോഴും ചിരിയും, എപ്പോഴും സന്തോഷവും ആനന്ദവും. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത്. അത് ആ ലോകത്തിന്റെ പ്രത്യേകതയാണ്. എങ്ങനെയൊക്കെയാണ് അതിന്റെ സംവിധാനങ്ങളെന്ന് അള്ളാഹ്ക്കേ അറിയുകയുള്ളൂ. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. വല്ലാത്തൊരു വാക്കാണ് അള്ളാഹു പറഞ്ഞത്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ, അവർ ഉറക്കിന് നല്ല റാഹത്തുള്ള സമയത്ത് എഴുന്നേൽക്കുന്നു. ഉറക്കിന് നല്ല സന്തോഷമുള്ള സമയത്ത് അവർ എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കാൻ ശരീരം സമ്മതിക്കൂല. നല്ലപോലെ പുതപ്പിട്ട് മൂടിക്കിടക്കാൻ പറ്റിയ രൂപത്തിൽ സുബഹയോട് അടുത്ത സമയത്ത് നല്ല രസമുള്ള കാറ്റുണ്ടാവും. നല്ല രസമുള്ളതായ കാറ്റ് വരും, നല്ല തണുപ്പ്. അതും വലിയ തണുപ്പല്ല, ചെറിയ തണുപ്പ്, ഇളം കുളിർമയുള്ള കാറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ആ വരുന്നത് ഈ സുബഹിന്റെ നേരത്തെ വരിക.
ഈ സുബൈന്റെ മുമ്പാണ് ആ കാറ്റ് വരിക. ജനൽ തുറന്നിട്ടാൽ അതിലൂടെ നല്ല കാറ്റിങ്ങനെ വന്നിട്ട് പുതപ്പ് ഒന്നുകൂടി റെഡിയാക്കിയിട്ട് ഉറങ്ങാൻ തോന്നുന്ന സമയം, ആ ഉറങ്ങാൻ തോന്നുന്ന സമയം പടച്ചോനെ എന്ന് വിചാരിച്ച് എഴുന്നേൽക്കുന്ന ആൾക്കാർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത്, എഴുന്നേറ്റ ഉടനെ ബെഡിലിരുന്നു കൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിലേക്ക് ബെഡൊന്നുമില്ല, അവിടെ കട്ടിലാണുള്ളത്, അതും ഒരു ഈന്തപ്പനന്റെ സംവിധാനത്തിലുള്ള കട്ടിലാണുള്ളത്. അവിടെ ഇരുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് പോകുന്നതിന്റെ മുമ്പ് കണ്ണിങ്ങനെ തിരുമ്പാറുണ്ടായിരുന്നു. 3 വട്ടം കണ്ണ് തിരുമ്പും. 3 വട്ടം കണ്ണ് തിരുമ്മിയിട്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ ഇത് പറഞ്ഞപ്പോൾ ഏതോ ഒരാൾ അദ്ദേഹം വിളിച്ചിട്ട് പറയാണ്, ഉസ്താദെ ഞാൻ ഇതുവരെ അത് കേട്ടിട്ടില്ല, അങ്ങനെ ഒരു സുന്നത്തുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇമാം കല്ലൂബിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ സുന്നത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വെറുതെ അങ്ങ് എഴുന്നേറ്റ് പോകരുത്. എഴുന്നേറ്റിരുന്ന് കണ്ണിങ്ങനെ 3 വട്ടം 2 വിരലുകളെ കൊണ്ട്, തള്ളവിരലുകൊണ്ടും അതുപോലെ തന്നെ മുസബഹ വിരലുകൊണ്ടും കണ്ണിങ്ങനെ തിരുമ്മിയിട്ട്, കണ്ണ് തിരുമ്പല് ഒരു 10 വട്ടം കണ്ണ് തിരുമ്പത് കണ്ണിനുള്ള എക്സസൈസ് ആണെന്ന് പറയുന്നത്. ഉളിയങ്കോട്ട് വരാൻ ഒരു കുരിക്കലുണ്ട്. ആ കുരിക്കൾ കണ്ണിന്റെ 10 തരം എക്സസൈസ് പറയുന്നുണ്ട്. ആ 10 തരം എക്സസൈസ് കൊണ്ട് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്ന അദ്ദേഹത്തിന്റെ വാദം. വാദം അതാണ്, കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടും. കണ്ണിന് വലിയ ഫലമാണ് അത്. 62ഓളം മർമ്മങ്ങളെ പറ്റിയൊക്കെയാണ് പറയുന്നുണ്ട്. അതിൽ 10 മർമ്മങ്ങളുണ്ട് കണ്ണിന്റെ ചുറ്റുഭാഗത്തെന്ന് പറയുന്നുണ്ട്. ആ മർമ്മത്തിനൊക്കെ ഇടക്കിടക്ക് ചില ടച്ചിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ചെറിയ രൂപത്തിൽ ടച്ച് ചെയ്താൽ അത് വളരെ കൂടുതൽ ഉപകാരം കിട്ടും. കണ്ണിന്റെ ഓപ്പറേഷൻ ഒന്നും വേണ്ട എന്നയാൾ വാദിക്കുന്നു. സംഗതി ഏറെക്കുറെ ശരിയാണ്. അപ്പൊ അതിൽപ്പെട്ട ഒരു മർമ്മമാണ് അയാൾ ഈ പറയുന്നത്. ഈ കണ്ണിന്റെ പീളക്കുഴി ഒരു മർമ്മമാണ്. അവിടെ അങ്ങനെ ഇടക്ക് തടകി കൊടുക്കണം. അയാൾ പറഞ്ഞു 10 വട്ടം തടങ്ങണമെന്ന്. 10 വട്ടം അങ്ങനെ ഇടക്ക് തടകി കൊടുത്താൽ അതൊരു മർമ്മമാണ്. പിന്നെ ഈ വാൽക്കണ്ണിന്റെ ഇവിടെയും ഒരു മർമ്മമുണ്ട്. ആ വാൽക്കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ ഇടക്കിടക്ക് തടകി കൊടുക്കുന്നത് അതും കണ്ണിനക്ക് വലിയ ഉപകാരം ചെയ്യും. അതൊക്കെ അദ്ദേഹം പറയുന്നത് എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്നാണ്. എഴുന്നേറ്റ് സുബൈക്ക് എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അദ്ദേഹം അങ്ങനെയാ പറയുന്നത്. അപ്പോ ഞാൻ ആലോചിച്ചു നോക്കി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് ഉടനെ ഇതാ ചെയ്യണത്. ഇതൊരു ചികിത്സയാണ്, കണ്ണിനുള്ള ഒരു ചികിത്സയാണ്. അവിടെ നിന്ന് എന്ത് ചെയ്തോ സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ അത് അറിയാത്തത് കൊണ്ടാണ്, നമുക്കത് പരിശോധിക്കാനും അതിന്റെ ആഴങ്ങളിലേക്ക് പോകാനും നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ആയിഷ ബീവി അത് കണ്ടതാണ്. ആയിഷ ബീവിയാ പറയുന്നത്, ഞാൻ കണ്ടതാണ്. അള്ളാഹിന്റെ റസൂൽ എഴുന്നേറ്റ് ഉടനെ ഇങ്ങനെ കണ്ണിങ്ങനെ തിരുമ്പിയിട്ട്, അത് എത്ര വട്ടാണെന്നൊന്നും അറിഞ്ഞൂടാ, ചിലപ്പം 10 വട്ടം 3 വട്ടം ഒക്കെ ഉണ്ടാവും. അങ്ങനെ തിരുമ്പിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞിട്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ് എന്നുള്ള ആലു ഇംറാൻ സൂറത്തിലെ ആയത്തുകളും ഓതിയിട്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാറുള്ളത്. അള്ളാഹു നമുക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ അള്ളാഹു സൂറത്തു സജ്ദയിൽ പറയുകയാണ്, അങ്ങനെ ഉറക്കിൽ നല്ല റാഹത്തുള്ള സമയത്ത് എഴുന്നേൽക്കുന്നു. അങ്ങനെ എഴുന്നേറ്റിട്ട് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദ്ഊന റബ്ബഹും, റബ്ബിനോട് ദ്വാരക്കുകയാണ്. ഖൗഫൻ, പേടിച്ചിട്ട് ദ്വാരക്കുകയാണ്. 2 കാര്യങ്ങൾ വന്ന പറയാണ്. ആ സമയത്ത് തഹജ്ജുദിന്റെ നേരത്തെ രണ്ടും വേണം. പേടിച്ചിട്ട്, പടച്ചോനെ വളരെ മോശമായ ഒരു ചുറ്റുപാടിൽ, വളരെ മോശമായ ഒരു ചുറ്റുപാടിൽ, ആ ചുറ്റുപാടിലാണ് ജീവിക്കുന്നത്. ഇന്നലെ എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെയുള്ള ആൾക്ക്, ഞങ്ങളുടെ കൂടെ മുനവ്വറലി തങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ തങ്ങൾക്ക് ആരോ ഒരു ഓറഞ്ച് കൊടുത്തു. ആ ഓറഞ്ചിന്റെ കൂടെയുള്ള ആൾക്ക് തങ്ങൾ കൊടുത്തപ്പോ മൂപ്പരത് കഴിക്കണില്ല, ഓറഞ്ച് കഴിക്കണില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ കഴിക്കാത്തത്? എവിടുന്നാ പാരാ കൊടുത്തത്? തങ്ങൾക്ക് പാരാ കൊടുത്തതെന്ന് അറിയില്ലല്ലോ, യാത്രയിൽ പല ആൾക്കാരുണ്ടോ, എന്ത് ഭക്ഷണം അപ്പൊ അതൊന്നും അറിയില്ല എന്നുള്ളത്. എന്നിട്ടത് വേറെ ആൾക്ക് കൊടുത്തു. അപ്പൊ വളരെ സൂക്ഷ്മത. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്നതും ഭക്ഷിക്കുന്നതിലൊക്കെ തന്നെ വളരെ സൂക്ഷ്മത. ഏത് രൂപത്തിൽ ആരാണ് എന്താണ് എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ, പേടി. പടച്ച റബ്ബേ, നീ എന്നെ ശിക്ഷിക്കൂ, എന്തെല്ലാം തെറ്റുകൾ കുറ്റങ്ങളൊക്കെ വന്നുപോയി, നീ എന്നെ ശിക്ഷിക്കുമോ?
വതമഅൻ പ്രതീക്ഷയും. പടച്ചോൻ ഗഫൂറാണ്, റഹീമാണ്, അന്ന് പുറത്തു തരും. അള്ളാഹു വലിയ കാരുണ്യമാണ്. ഇന്നെപ്പോലത്തെ ഒന്നിനും കൊള്ളാത്ത ഒരാളെ നരകത്തിലിട്ടിപ്പോ റബ്ബിനെന്താ കിട്ടാളത് എന്നുള്ള ആ ആഗ്രഹം രണ്ടും വേണമെന്ന്. എന്നിട്ട് ദ്വാരക്കാണ് ആ സമയത്ത് ഇരുന്നിട്ട് അള്ളഹാനോട് ദ്വാരക്കുക. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ. അത് ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ടിട്ട് ഖൽബ് വൃത്തിയാകാനും നമ്മുടെ കാര്യങ്ങളൊക്കെ സാധ്യമാകാനൊക്കെ അള്ളഹാനോട് വിനയം കാണിക്കാൻ പറ്റുന്ന തളർവ്, വിനയം കാണിക്കാൻ പറ്റുന്ന സമയം ആ സമയമാണ്. വിനയം കാണിക്കുക റബ്ബിനോട്, വളരെ വിനയം. പടച്ചോനെ, ഞാൻ വളരെ മോശം, ഒന്നിനും പറ്റാത്ത ഒരാൾ, എന്നെപ്പോലത്തെ ഒരാളും ഈ ദുനിയാവിൽ ഉണ്ടാവില്ല. പടച്ചോനെ ഇതിനെ ശിക്ഷിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പേടിയും. നീ കാരുണ്യവാനല്ലേ. കുട്ടി ആശുപത്രിയിലാണ്, ഭാര്യ ആശുപത്രിയിലാണ്, ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ട് അതൊക്കെ ഒരു ശിഫ തന്ന് മനസ്സിന് സമാധാനം, ഒരു സന്തോഷം, കച്ചവടത്തിലേക്ക് ഒരു റാഹത്ത്, വീട്ടിൽ കുട്ടികളൊക്കെ വരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം, ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന മക്കൾക്ക് ഒരു ബർക്കത്ത് എന്നൊക്കെ റബ്ബിനോട് ആ സമയത്ത് പറയുമ്പോൾ അള്ളാഹു അതിന് ഉത്തരം നൽകുന്ന ഒരു സമയമാണത്. മഹാന്മാരായ ആൾക്കാർ എല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു സമയം കണ്ടെത്തുന്ന ആ സമയമാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ ഈ മേലെ പറമ്പിലെ ഒരാൾക്ക് വലിയൊരു പ്രയാസം വന്നപ്പോൾ, തൻ്റെ മകൻ ഗൾഫിൽ ഒരു പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ സുലൈമാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ നിൽക്കുന്ന മഹല്ലത്തിൽ ഒരാൾക്ക് വലിയ പ്രയാസമുണ്ട്. ഉസ്താദിനോട് പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചു. അതെന്തിനാണെന്നറിയോ? തഹജ്ജുദിന്റെ നേരത്ത് വരക്കാനാ. ആ പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ച് സലാമത്തായി, രക്ഷപ്പെട്ടു, അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഉസ്താദിന്റെ ഒക്കെ ഒരു ദുആ കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര ഇന്ന് കിട്ടലാണ്. കാരണം എപ്പോഴും നല്ലതേ ആ നാവ് കൊണ്ട് വരണുള്ളൂ. 84-85 വയസ്സായി, ഈ സമയത്തും നല്ലതേ ആ നാവ് കൊണ്ട് വരണുള്ളൂ, ഇൽമേ ആ നാവ് കൊണ്ട് വരുന്നുള്ളൂ. വല്ലാത്തൊരു മഹാഭാഗ്യല്ലേ. എപ്പോഴും ഇൽമ്, എപ്പോഴും നല്ല കാര്യങ്ങൾ, എപ്പോഴും മഹാന്മാരെ പറ്റി പറയൽ, ഇങ്ങനെയുള്ളൊരു മഹാഭാഗ്യം ഏത് സമയത്തും അതാണ്. അതിനൊക്കെ അള്ളാഹു ഒരു തൗഫീക്ക് കൊടുക്കുകയാണ്. അതിനൊക്കെ ചെറുപ്പത്തിൽ ഉമ്മയും ബാപ്പയും പറഞ്ഞത് കേൾക്കുന്നു, ദർസ് പോയാൽ ഉസ്താദ് പറഞ്ഞത് കേൾക്കുന്നു. ഇങ്ങനെ കുട്ടികൾ വളരുന്ന രൂപം വന്നാൽ ആ കുട്ടി നന്നാവും. ചെറുപ്പത്തിൽ ഉമ്മയും ബാപ്പയും പറഞ്ഞത് കേൾക്കണം, പിന്നെ ദർസിൽക്കും മറ്റൊക്കെ പോയാൽ ഉസ്താദ് പറഞ്ഞതും കേൾക്കണം. അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സൃഷ്ടിച്ചുണ്ടാക്കി കൊടുക്കണം. പിന്നെ പറയുമ്പോഴൊക്കെ ഒരു കേൾക്കേണ്ടതേ പറയാവൂ എന്ന രൂപത്തിൽ പറയുമാണ്. അങ്ങനെ വേണ്ട എല്ലാം ഇങ്ങോട്ട് പറഞ്ഞിട്ട് എന്നിട്ട് കുട്ടികളെ ആക്ഷേപിക്കുക, ഞാൻ പറഞ്ഞൊന്നും കേൾക്കൂല. ഇപ്പൊ നമ്മള് പാപ്പാര് നമ്മോട് പറയുന്ന രൂപത്തിലല്ല ഇപ്പോഴത്തെ കുട്ടികൾ. ഇപ്പൊ ചിലതൊന്നും കുട്ടിയോട് പറയാൻ പറ്റൂല, ഓരത് കേൾക്കൂല. അപ്പൊ കേൾക്കാത്തത് പറയണ്ട. നമ്മൾ പറഞ്ഞിട്ട് കുട്ടി കേൾക്കാതിരുന്ന കുട്ടി ഉരുത്തം കിട്ടുകയില്ലേ. അപ്പൊ അങ്ങനെ അത് കുറച്ച് നമ്മൾ ക്ഷമിക്കേണ്ടി വരും. ചിലതൊന്നും അവരോട് പറയാൻ പറ്റൂല, നമ്മളെ കുട്ടി വടക്കായി പോവും. അപ്പൊ പറഞ്ഞു വരുന്നത്, ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഇങ്ങനെ പേടിച്ചിട്ട് അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് ഈ അത്താഴ സമയത്ത് തഹജ്ജുദിന്റെ നേരത്ത് ദ്വാരക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ച് എന്താ പറഞ്ഞതറിയോ? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്നിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹ് അവർക്ക് ഒതുക്കി വെച്ചതായ നിഅമത്തുകൾ, അല്ലാഹ് അവർക്ക് മനസ്സിന് സന്തോഷവും കുളിർമയും ഏകുന്ന രൂപത്തിൽ സ്വർഗത്തിൽ വെച്ച സംവിധാനങ്ങൾ ഓൽക്കറിയില്ല. ഫലാ തഅലമു നഫ്സുൻ, ഒരാൾക്കും അറിയില്ല. അത്രക്കും വലിയ സംവിധാനങ്ങളാണ് അള്ളാഹ് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവരുടെ അധ്വാനത്തിന്റെ ഫലമാണത്. അധ്വാനത്തിന്റെ ഫലമാണത്. എന്ത് അധ്വാനം നമുക്കൊക്കെ ഉള്ളത്? എന്ത് അധ്വാനം നമുക്കുള്ളത്? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ജസാ ഫലം, അമല് അധ്വാനം അറിയാലോ. അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് അവർക്ക് ലഭിക്കുന്നത്. എങ്ങനെയാ, എന്തൊക്കെയാണ് ഒരിക്കലും മനോമുഖരത്തിൽ ഉദിക്കാത്ത അത്രയും സൗകര്യങ്ങളാണ് ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ലോകത്ത് ഒരുക്കി വെച്ചത്. അതുകൊണ്ടാണ് മഹാന്മാരായ ആൾക്കാർ ദ്വാരക്കുമ്പോഴൊക്കെ നല്ല ഫിറ്റായ ദ്വാരക്കുക. ദാവൂദ് നബിന്റെ ദ്വാ അങ്ങനെയാണല്ലോ, വസൗജതൻ തുഈനിനി ഫീ ദുനിയായ വആഖിറതി, എന്റെ ദുനിയാവിലും ആഖിറത്തിലും എന്നെ സഹായിക്കുന്ന ഒരു ഭാര്യയെയും എനിക്ക് നീ നൽകണമേ എന്ന് ദ്വാരന്നിട്ട്, വഅമ്മല്ലവാതി അഊദു ബിക മിൻഹുന്ന ഫഇന്നി അഊദു ബിക മിൻ വലദിൻ യകൂനു അലയ്യ സയ്യിദ. അല്ലാഹുവേ, 4 കാര്യങ്ങൾ എനിക്ക് നീ തരല്ല, 4 കാര്യങ്ങൾ എനിക്ക് സംരക്ഷണം നൽകണമേ. 1, ഞാൻ അടിമയും എൻ്റെ മകൻ യജമാനനുമാകുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കല്ല. അത് വല്ലാത്തൊരു ദ്വാരമാണ്. ഞാൻ അടിമയും എൻ്റെ മകൻ യജമാനനും. വാപ്പാനോട് ഇങ്ങനെ കൽപ്പിക്കുക, വാപ്പാനോട് ഇങ്ങനെ, വാപ്പ അത് ചെയ്യും, വാപ്പ അത് ചെയ്യും. വാപ്പ അവിടെ പോയില്ലേ, വാപ്പന്റെ ആ പെരപ്പണി കൊടുത്ത് പോയിട്ട് എന്താ അത് പറയാഞ്ഞത്, എന്തേ ഇത് പറയാഞ്ഞത് എന്നിങ്ങനെ വാപ്പാനോട് ഇങ്ങനെ കൽപ്പിക്കാം.
പാപ്പാനോട് ഇങ്ങനെ കൽപ്പിക്കുന്ന ഒരു മകൻ എനിക്ക് നൽകല്ല എന്നാണ് ദാവൂദ് നബി വരക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വലദിൻ യകൂനു അലയ്യ സയ്യിദ. ഞാനിത് ഇവിടെ പറഞ്ഞിക്കണോ? ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ഞാൻ അപ്പൊ എവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എവിടെയെന്ന് അറിയില്ല. അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ദുആ. ദാവൂദ് നബി പറയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വലദിൻ യകൂനു അലയ്യ സയ്യിദ. എന്റെ യജമാനനാകുന്ന ഒരു കുട്ടീനെ എനിക്ക് നൽകല്ല. എന്റെ യജമാനനാ. അപ്പൊ ഓന യജമാനും ഞാൻ ഇങ്ങനെ അബുദു അടിമയും. എന്നിട്ട് ഓൻ ഇങ്ങനെ ഓരോന്ന് അവിടുന്ന് ഇങ്ങനെ പറയാം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്തില്ലേ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് അല്ലാഹു എന്നെ നീ കാക്കണമേ. വമിൻ ഇംറഅത്തിൻ തുശീബുനി ഖബ്ല വഖ്തിൽ മശീബ്. ദാവൂദ് നബി പറയാണ്, പടച്ചോനെ, നര വരുന്നതിന്റെ മുമ്പ് എന്നെ നരപ്പിക്കുന്ന ഭാര്യയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ. ദാവൂദ് നബി അങ്ങനെ നര വരുന്നതിന് മുമ്പ് നിരച്ചു പോവുക. നര വരുന്നതിന് മുമ്പ് നിരച്ചു പോവുക എന്ന് പറഞ്ഞ അർത്ഥം മാനസിക പ്രയാസം ഉണ്ടാവുക. അപ്പൊ എനിക്ക് മാനസിക പ്രയാസം നൽകുന്ന, എന്നെ വിഷമിപ്പിക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യയിൽ നിന്നിട്ട് എനിക്ക് നീ സംരക്ഷണം നൽകണമേ. ഒമിൻ ഇംറഅത്തിൻ തുശീബിനി ഖബ്ല വഖ്തിൽ മശീബ്. നര വരുന്നതിന്റെ മുമ്പ് എന്നെ നരപ്പിക്കുന്ന, മാനസിക പ്രയാസം വന്നാൽ, സന്തോഷം ഉണ്ടാവാതിരുന്നാൽ, വീട്ടിൽ കയറുമ്പോൾ സന്തോഷം ഉണ്ടാവാതിരുന്നാൽ നര വരും പെട്ടെന്ന്. ചില ആളുകൾക്ക് നര വരുന്നതിന് ഒന്ന് പാരമ്പര്യമായിട്ടുണ്ടാവും. ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് നരക്കും. എൻ്റെ അമ്മക്ക് 54 വയസ്സായി, ഇപ്പോഴും നരച്ചിട്ടില്ല, നേരൊന്നും വന്നിട്ടില്ല. ഉമ്മാന്റെ മരുമക്കള് പലരും നരച്ചുപോയി, ഉമ്മാക്ക് നേരെ വന്നിട്ടില്ല. കാരണം ആ കുടുംബത്തിന്റെ ഒരവസ്ഥ അങ്ങനെയാണുള്ളത്. നേരെ മറിച്ച് പറ്റ നിരച്ച ആൾക്കാർ, നമ്മുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഫള്ളായിട്ട് നിരച്ച ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് വേഗം നിര വരും. അതേപോലെ മാനസികമായ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായാലും നിര വരും. അതുകൊണ്ടാണ് ദാവൂദ് നബി പറഞ്ഞത്, ഇംറാത്തിൻ തുശീബിനി ഖബ്ലൽ മശീബ്. നര വരുന്നതിന്റെ മുമ്പ് എന്നെ നരപ്പിക്കുന്ന ഭാര്യയിൽ നിന്ന് എനിക്ക് നീ സംരക്ഷണം നൽകണമേ. ഒമിൻ മാലിൻ യകൂനു അദാബൻ ലീ വബാലൻ അലിയ. ഒമിൻ മാലിൻ, സമ്പത്തിൽ നിന്ന്, യകൂനു, ആ സമ്പത്താകും, അദാബൻ ലീ, എനിക്ക് അദാബാകും. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ ആ സമ്പത്തിന് നമുക്ക് മാത്രം ഉപകരിക്കാനുള്ളതല്ല. അള്ളാഹു സമ്പത്ത് അള്ളാൻ്റെതാണത്. അള്ള ചില ആളുകൾക്ക് വാരിക്കോരി കൊടുക്കുകയാണ്. ആ വാരിക്കോരി കൊടുക്കുന്ന എനിക്ക് യാതൊരു ഹദ്ദും ഹസ്റുമില്ല. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾക്കുള്ള മതിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട 100 ആൾക്കാർക്ക് ആ മതിലിന്റെ പൈസ കൊണ്ടിട്ട് ഒരു ചെറിയ പെരണ്ടാക്കാൻ കഴിയും, ചെറിയ കൂരണ്ടാക്കാൻ കഴിയും. മതിലുകൊണ്ട്, മതിലുമ്മ കാട്ടിക്കൂട്ടിയതൊക്കെ ഉണ്ട്. ആര് കാണാനാണ് ഈ മതിലുമ്മ? ഒരു സ്ഥലത്ത് ചെന്നപ്പോ മതിലിന്റെ പുറത്ത് ചെടി വെച്ചിരിക്കുകയാണ്. അത് റോട്ടുമ്മ കൂടെ പോണ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്. മതിലിന്റെ പുറത്ത് റോട്ടിലേക്ക് ഇങ്ങനെ എത്തിയിട്ട് ഒരു ചാല് പോലെ കിട്ടിയിട്ട് അവിടൊക്കെ നല്ല നല്ല വിലപിടിപ്പുള്ള ചെടികൾ, ഏതെങ്കിലും വല്ല അണ്ണന്മാരും ആ ചെടിയൊക്കെ മുറിച്ചുകൊണ്ട് എന്താ കാട്ടുക? എത്ര പൈസയാണ് ഇതിനൊക്കെ ചെലവാക്കുന്നത്? ആ സംവിധാനിക്കാൻ എത്ര പൈസ വേണം? അതുകൊണ്ടാണ് മഹാന്മാരായ അമ്പിയാക്കന്മാർ മുഴുവനും മിസ്കീന്മാരെ. അമ്പിയാക്കന്മാരുടെ കൂട്ടത്തില് മിസ്കീന്മാരല്ലാത്ത ആൾക്കാരും ഉണ്ടായിട്ടില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവായിരുന്നു. പക്ഷെ സുലൈമാൻ നബിക്കും സ്വന്തമായിട്ട് സ്വത്തൊന്നും കൂടുതൽ ഉണ്ടായിരുന്നില്ല, രാജാവായിരുന്നു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ പറയുന്നത് എല്ലാ അമ്പിയാക്കന്മാരും സ്വർഗത്ത് കടന്നിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടേ സുലൈമാൻ നബി കടക്കുള്ളൂ. അല്ലാഹു ആലം. അങ്ങനെ കിതാബ് കണ്ടിട്ടുണ്ട്. സുലൈമാൻ നബി 40 കൊല്ലം കഴിഞ്ഞിട്ട് ഓലൊക്കെ കടന്നിട്ട്, അമ്പിയാക്കന്മാരൊക്കെ കടന്നിട്ട് 40 കൊല്ലം കൂടി കഴിഞ്ഞിട്ട്, കാരണം രാജാവായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതാണ് ബോധിപ്പിക്കാണ്ട്, അതൊക്കെ ബോധ്യപ്പെടുത്തിട്ടേ കടക്കുള്ളൂ. അതുകൊണ്ടാണ് ദാവൂദ് നബിന്റെ ദുആ, ഒമിൻ മാലിൻ യകൂനു അദാബൻ ലി. എനിക്ക് മുതലേ അദാബാകും, മുതലേ അദാബാകുന്ന മുതൽ, ആ മുതൽ എനിക്ക് വേണ്ട. യകൂനു അദാബൻ ലി, എനിക്ക് ആ മുതലേ അദാബാകും. വബാലൻ അലിയ, എനിക്ക് ആ മുതൽ വല്ലാത്ത നാശമാകും. അങ്ങനത്തെ മുതലിൽ നിന്ന് പടച്ചോനെ എന്നെ കാക്കണമേ. നമ്മളെ കയ്യിൽ സമ്പത്ത് വരുമ്പോ ആൾക്കാരൊന്ന് കടം ചോദിക്കും. അങ്ങനെ കടം ചോദിക്കുമ്പോൾ നമ്മൾ കടം കൊടുക്കേണ്ടി വരും. പൈസ ഉണ്ടായതുകൊണ്ടല്ലേ ചോദിക്കണത്. അങ്ങനെ ചോദിക്കുമ്പോൾ അവധി പറഞ്ഞിട്ട് അതിനൊക്കെ മസാലകളുണ്ട്. ആ അവധിക്ക് പൈസ കൊടുക്കണം, ഇല്ലെങ്കിൽ ഖാദിയോട് പോയി പറയണം, ഖാദിയിൽ വീഴ്ച കൊടുക്കണം. അങ്ങനൊക്കെ മസാലകളുണ്ട്. അതേപോലെ തന്നെ സദക്ക കൊടുക്കേണ്ടി വരും. പൈസ ഉള്ളതുകൊണ്ടല്ലേ അത് ചോദിക്കുന്നത്. പള്ളിക്ക് കൊടുക്കേണ്ടി വരും, മദ്രസക്ക് കൊടുക്കേണ്ടി വരും, അയൽവാസികൾക്ക് കൊടുക്കേണ്ടി വരും. അയൽവാസി മരുന്നിന് പോലും പൈസ ഇല്ലാതെ അനുദിനം മരുന്നിന്റെ പൈസ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവുമ്പോൾ അവരെയൊക്കെ കാണാതെ നമ്മൾ എങ്ങനെ ജീവിക്കാം? അതുകൊണ്ടാണ് ദാവൂദ് നബി 2 കാര്യമാണ് പറഞ്ഞത്.
വമിൻ മാലിൻ യകൂനു അലയ്യ യകൂനു ലി യകൂനു അദാബൻ ലി വബഹലൻ അലിയ, എനിക്ക് അദാബും എനിക്ക് വലിയ വിപത്തുമാകുന്ന മുതലിൽ നിന്ന് പടച്ചോനെ എന്നെ സംരക്ഷിക്കണമേ. മഹാന്മാരായ ഔലിയാക്കന്മാരായ സൂഫിയാക്കളായ ആൾക്കാരൊക്കെ കൂടുതൽ ഒന്നും അള്ളാഹിനോട് പറയാനില്ലാതെ, കാരണം ഒരിടത്തൊന്നുമില്ല, എയർപോർട്ടിൽ നിന്നിട്ട് ഗ്രീൻ ചാനലിലൂടെ കടന്നു വരുന്നത് പോലെ ലഗേജ് ഒന്നും ഇല്ലാതെ വെറും ബ്രീഫ് കേസ് മാത്രമാണ് ഈ വേഗം വരാലോ, അതേപോലെ സ്വർഗത്ത് കിടക്കുന്ന ആൾക്കാരുണ്ട് കൂടുതലൊന്നും പറയാനില്ലാതെ. അതുകൊണ്ടാണ് ദാവൂദ് നബി ഇങ്ങനെ ദ്വാരുന്നത്, ഒമിൻ ജാരിൻ ഇൻ റആ മിന്നി ഹസനതൻ കതമഹ വഇൻ റആ സയ്യിഅതൻ നഫ്ശഹ. അല്ലാഹ്, എന്താണ് ഇവരുടെയൊക്കെ വാക്കുകൾ! ഇതൊക്കെ വലിയ വലിയ ഖനുള്ള വാക്കുകളാണ്, ഒരുപാട് അർത്ഥങ്ങളുള്ള വാക്കുകളാണ്. അവരുടെ ദുആനെ ഒമിൻ ജാരിൻ, അല്ലാഹുവേ ഒരു അയൽവാസിയിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. അങ്ങനത്തെ ഞാൻ ശേഷം പറയാൻ പോണ അയൽവാസികളൊന്നും അങ്ങനത്തെ അയൽവാസികളൊന്നും പടച്ചോനെ എനിക്ക് തരല്ല. എങ്ങനത്തെ അയൽവാസിയാണ്? ഇൻ റആ മിന്നി ഹസനത്തൻ, എന്നിൽ നിന്ന് വല്ല നല്ലതും കണ്ടാൽ കത്തമഹ, അത് ആരോടും പറയില്ല. ഞാൻ വല്ല നല്ലതും ചെയ്താൽ ആരോടും പറയില്ല, അത് മൂപ്പര് മറച്ചു വെക്കും. കത്തമഹ, അത് മറച്ചു വെക്കും, അത് ആരോടും പറയില്ല. വഇൻ റആ സയ്യിഅത്തൻ, എന്റെ പക്കന്ന് എന്തെങ്കിലും ഒരു തകരാറ് കണ്ടാൽ, എന്തെങ്കിലും ഒരു കുറ്റം എന്നിൽ കണ്ടാൽ അഫ്ശാഹ, അത് പബ്ലിഷ് ചെയ്യും, എല്ലാരോടും നടന്ന് പറയും, എല്ലാരോടും നടന്നു പറയും. അങ്ങനത്തെ ഒരു അയൽവാസിയെ പടച്ചോ എനിക്ക് തരല്ല. വളരെ ഫിറ്റായത് വേണ്ടത്. ഒമിൻ ജാരിൻ, ഒരു അയൽവാസിയിൽ നിന്ന്, ഇൻ റആ മിന്നി ഹസനത്തൻ, ആ അയൽവാസി എന്നിൽ നിന്ന് വല്ല നല്ലതും കണ്ടാൽ കത്തമഹ, ആരോടും പറയില്ല. ഓ നന്നായി പോകും, ഓന് ഉഷാറായി പോകുന്നു വിചാരിച്ച ആരോടും പറയില്ല. വഇൻ റആ മിന്നി സയ്യിഅത്തൻ അഫ്ശാഹ, വല്ല തകരാറും കണ്ടാൽ അത് ഇങ്ങനെ പരത്തിട്ട് എല്ലാവരോടും പറയാം. അങ്ങനെ പറയാം, ഇങ്ങനെ പറയാം, മറ്റാളങ്ങനെ, ഇയാളിങ്ങനെ, മറ്റാളിങ്ങനെ, നിന്റെ അയൽവാസി എനിക്കല്ലേ അറിയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനത്തെ ഒരു അയൽവാസിയത്തോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ആരാണ് ഇത് വരക്കണത്? സുലൈമാൻ നബിന്റെ ഉപ്പയാണ് ദാവൂദ് നബി. അങ്ങനത്തെ വലിയ വലിയ മഹാന്മാരാണ് വരക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവ് കിട്ടുമ്പോഴല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. വലിയ വലിയ മുതൽക്കൂട്ടുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൽബിന് ഇത്തരം ഉപദേശങ്ങളൊക്കെ പ്രകാശമാക്കി പെരുമാറാകട്ടെ. അതനുസരിച്ച് ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചായയും പലഹാരവും നൽകുന്നത് ബഹുമാനപ്പെട്ട കാനിപ്പുറത്ത് ഇന്നിമോദിയാജി, അദ്ദേഹത്തിന് വേണ്ടി മകൻ ഷെരീഫാണ് അതിന് നൽകുന്നത്. ഇന്നിമോദിയാജി നമ്മളെ പള്ളി ചുങ്കത്തേരനാണെങ്കിലും നമ്മുടെ പള്ളിയൊക്കെ ആയിട്ട് നല്ല ബന്ധവും എന്നേറ്റ് വലിയ അടുപ്പമുള്ള ആളും വലിയ സ്നേഹമുള്ള ആളുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വിവിധ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നുണ്ട്. ജല്ലജലാലുവായ അല്ലാഹു അവർക്ക് എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മറ്റ് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. ഇന്ത്യ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു കാണുന്നുണ്ട്. എല്ലാറ്റിനും ഒരു പരിഹാരം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പൽ ഷാഹി ജുമാ മസ്ജിദ് അടക്കമുള്ള ഒരു പരാതിയോ പറ്റീഷനോ ഒന്നും വരുമെന്ന് പ്രതീക്ഷയില്ലാത്ത പള്ളികൾ വരെ അവകാശവാദം ഉന്നയിക്കുന്ന ദുരവസ്ഥയാണ് നമുക്കുള്ളത്. ജല്ലജലാലുവായ അല്ലാഹു നമ്മുടെ പള്ളികൾ, നമ്മുടെ സ്ഥാപനങ്ങൾ എല്ലാം അല്ലാഹുവിന്റെ മഹദ് ഫള് കൊണ്ട് സംരക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പെടുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു റഹ്മത്ത് അനുഗ്രഹം ചെയ്ത് അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കൊക്കെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി അല്ലാഹു എല്ലാ ബാധ്യതകളിൽ നിന്നും രക്ഷപ്പെടുത്തി റാഹത്തുള്ള മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب. السلام عليكم ورحمة الله.